ദിയ കൃഷ്ണകുമാറിന്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണ കേസിൽ കൗണ്ടർ കേസിട്ട മ്യൂസിയം പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനം കടുക്കുന്നു. പരാതിക്കാരായിട്ടും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകളടക്കമാണ് കടുത്ത വിമർശനത്തിനിടയാക്കുന്നത്. അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെ FIR രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടിയാണ് എതിർപ്പുകൾക്കിടയാക്കുന്നത്. ജീവനക്കാരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRൽ G. കൃഷ്ണകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചു, കൃഷ്ണകുമാർ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും FIRൽ പറയുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുമ്പിലാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. 23 വർഷവും 3 മാസവും ജയിലിലടയ്ക്കാൻ കഴിയുന്ന 7 കുറ്റങ്ങളാണ് കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയത്. ഇതിൽ തന്നെ 10 വർഷം തടവിലിടാൻ കഴിയുന്ന 3 വകുപ്പുകൾ ജാമ്യമില്ലാത്തവയുമാണ്. മോഷണക്കുറ്റത്തിന് തെളിവുകൾ അടക്കമുണ്ടെന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. മകളുടെ സ്ഥാപനത്തിൽ നടന്ന മോഷണ വിഷയത്തിലാണ് ഇടപെടൽ നടത്തിയതിന്റെ പേരിൽ കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അല്ലെങ്കിൽ യുവതികൾ തെളിവ് നൽകട്ടെ എന്നുമാണ് കൃഷ്ണകുമാറും വ്യക്തമാക്കുന്ന കാര്യം. മോഷണക്കേസിലെ അന്വേഷണത്തിൽ കാര്യക്ഷമതയില്ലെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെ അടിസ്ഥാനരഹിതമെന്ന് തോന്നുന്ന ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും പണം തട്ടിയതിന് പിന്നിൽ വലിയ സംഘം ഉണ്ടാകാമെന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി. 4 പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ താനത് സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നത്. തങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകൾ ലഭിക്കും. FIR ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തിരിമറിയിൽ ജീവനക്കാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തത് വിവരങ്ങൾ അറിയാനാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസുകാർ 3 വനിതാ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം പരിശോധിച്ചാൽ സത്യം മനസ്സിലാവും. ഞങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, എന്നാൽ അതിന്റെ തെളിവുകളൊന്നും കാണിക്കുന്നില്ല. അത് വ്യക്തമായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പോലീസ് ഞങ്ങൾക്ക് അനുകൂലമായി അന്വേഷണം നടത്തണമെന്ന് പറയുന്നില്ല, എന്നാൽ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, കൃഷ്ണകുമാർ പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് കുറച്ചു പേർക്ക് ജോലിയും കൊടുത്ത് ഒരു പെൺകുട്ടി ബിസിനസ് തുടങ്ങി. അതിൽ തട്ടിപ്പ് നടത്തിയാൽ ഉണ്ടാവുന്ന വേദന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. നമ്മളിൽ പലരും പലതരത്തിൽ ജനിച്ചവരാണ്. നമ്മളിൽ പലരും പല രീതിയിൽ ചോദ്യം ചോദിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു. അതേസമയം കേസിൽ സമഗ്ര അന്വേഷണം നടത്തി എല്ലാ മൊഴികളും പരിശോധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തെളിവുകളില്ലാതാകുമ്പോൾ ജീവനക്കാർ ജാതിക്കാർഡ് ഇറക്കിയവർ പിന്നീട് കൃഷ്ണകുമാറിനെതിരെ പീഡന ആരോപണവും ഉയർത്തുകയാണെന്ന് തെളിയുകയാണ്. ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു. തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ജീവനക്കാർ പറഞ്ഞത് ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പണം ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ വാങ്ങിയെന്നാണ്. ഈ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2024 ഒക്ടോബർ മുതൽ പണം എടുത്തതായി വീഡിയോയിൽ ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട്. ജീവനക്കാരുടെ മുൻ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് സംഭാഷണവും. വീഡിയോ പുറത്തു വന്നതോടെ ഇരുവിഭാഗവും നൽകിയ പരാതികളിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നതെന്നാണ് വാദം. ജീവനക്കാരായ 3 സ്ത്രീകൾ 69 ലക്ഷം രൂപ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി. ഈ പരാതി കണ്ടോൺമെന്റ് SP കൈമാറിയിരുന്നു. പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ ഒരു വനിതാ മൊഴി നൽകിയാൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് മുൻപ് പോലീസിന് കേസെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ യാതൊരു തെളിവുമില്ലാതെ എങ്ങനെയാണ് FIR ഇടുക എന്നതാണ് പൊതുസമൂഹത്തിന്റെ ചോദ്യം.